Yeah. Yeah. So guys, അപ്പോൾ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം. സോ ഇറ്റ് ഇസ് ഹാവിങ് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ ആൻഡ് മെസ്സേജ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള കോൺടാക്ട് മീ സെക്ഷൻ്റെ അകത്തുള്ള ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ, വി ഷുഡ് സ്റ്റോർ ദിസ് ഡേറ്റ ഇൻ ടു സംവെയർ. സോ സാധാരണയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റാ ബേസ് അവൈലബിൾ ആയിരിക്കും, ബട്ട് ഇൻ ദിസ് കേസ് വി ആർ നോട്ട് ഹാവിങ് എ ഡേറ്റാ ബേസ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സെൻഡ് ചെയ്യുന്ന ഡേറ്റാസ് നമുക്ക് സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്തോട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്, ഹൗ യു ക്യാൻ സ്റ്റോർ ദീസ് ഡേറ്റാസ് ഇൻ ടു സ്പ്രെഡ്ഷീറ്റ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബ്ലോഗ് ഫോളോ ചെയ്താണ് നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് സെൻഡ് ഡേറ്റ ഫ്രം വെബ്സൈറ്റ്, സെൻഡ് ഡേറ്റ ഫ്രം വെബ്സൈറ്റ് ടു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, ഇവിടെ ടൈപ്പ് ചെറിയ എററുണ്ട്. ടു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ആപ്പ് സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്ലോഗ് നിങ്ങൾ വായിച്ചു നോക്കുക. എൻ്റെ ഡെബിൻ്റെ ബ്ലോഗാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടി എന്ന് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം യു ഹാവ് ടു ഗോ ടു യുവർ ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, സോ ദിസ് വിൽ ബി യുവർ ഗൂഗിൾ ഡ്രൈവ്. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഓൺ ദിസ് ന്യൂ. ഓക്കെ, ഈ ഒരു ന്യൂയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ്, നമുക്ക് ഇതിൻ്റെ ഒരു ടൈറ്റിൽ ബൂട്ട്സ്ട്രാപ്പ് ഫോംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ഫീൽഡിന് ഓരോ നെയിം കൊടുക്കുക. ഓക്കെ, ഈ ഓരോ ഫീൽഡിന് ഓരോ നെയിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് നെയിം വന്നിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് നെയിം ഈസ് ഈക്വൽ ടു, നമുക്ക് നെയിം തന്നെയാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അടുത്ത് വന്നിട്ട് നെയിം ഈസ് ഈക്വൽ ടു നമുക്ക് ഇമെയിലാണ്. ഓക്കെ, അടുത്ത് നമുക്ക് വന്നിട്ട് മൊബൈൽ നമ്പറാണ്. അപ്പം നെയിം ഈസ് ഈക്വൽ ടു ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അടുത്ത് നെയിം ഈസ് ഈക്വൽ ടു മെസ്സേജ്. ഇതെന്തിനാണ് കൊടുക്കണതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദിസ്, ഈ ഒരു നെയിം വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തു നിന്ന് ഡേറ്റാസ് ഫെച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ വൺസ് യു ക്ലിക്ക് ഓൺ ദാറ്റ് സബ്മിറ്റ് ബട്ടൺ, ഇതിൻ്റെ അകത്തു നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യണം യൂസിങ് ദിസ് നെയിം ഓൺലി. ജാവാസ്ക്രിപ്റ്റ് ഈസ് ട്രൈങ് ടു ഗെറ്റ് ദ വാല്യൂസ് ഫ്രം ഇറ്റ്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിലിവിടെ ഫോം എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഇവിടെ ഈ ഫോമിന് നിങ്ങൾ ID എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ID വെച്ചിട്ടായിരിക്കും ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് നിന്ന് ഡേറ്റാസ് എടുക്കുന്നത്. അതായത് ID വെച്ചിട്ട് നമ്മൾ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് റണ്ണാക്കും. ഇത് റണ്ണായതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ നെയിംസ് വെച്ചിട്ട് നെയിം ഫീൽഡ് വെച്ചിട്ടായിരിക്കും അതിനെ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ID നമുക്ക് സബ്മിറ്റ് ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് ഫോം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഇനി അടുത്ത പരിപാടികൾ ഞാൻ പറയുമ്പോൾ നോക്കുക. അതായത് ഇവിടുത്തെ ഫീൽഡുകളുണ്ടല്ലോ, അതായത് ഇവിടെ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഫോണുണ്ട്, മെസ്സേജ് ഉണ്ട്. ഈ ഫീൽഡുകളെല്ലാം നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം സ്റ്റാമ്പാണ്. ടൈം സ്റ്റാമ്പ് ഓൾറെഡി വരുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നെയിമാണ്. നെയിം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഇമെയില്, പിന്നെ വന്നിട്ട് നമുക്ക് ഫോണ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞാൽ മെസ്സേജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനെ ഹെഡിന് നമുക്കൊരു ജസ്റ്റ് ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇത് വന്നിട്ട് ബ്ലാക്കും റെഡും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. അടുത്ത പരിപാടിയാണ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് എക്സ്റ്റൻഷൻ ആൻഡ് ഗോ ടു ദിസ് ആപ്പ് സ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഈ ആപ്പ് സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോവുക. ഇൻ കേസ് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ 3ഉം 4ഉം അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എറർ കാണിക്കും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഓപ്പൺ എ ന്യൂ ഇൻകോഗ്നേറ്റോ മോഡ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ലോഗിൻ ആയി കിടക്കുന്ന സമയത്തിന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു യൂസ് എ ഇൻകോഗ്നേറ്റോ മോഡ്. അതർവൈസ് യു ക്യാൻ യൂസ് അനദർ വെബ് ബ്രൗസർ സോ ദാറ്റ് എറർ വോണ്ട് ബി ഒക്കേർഡ്. ഓക്കെ, സോ ഇതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതിൽ
ഞാനിവിടെ കോഡ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ കോപ്പി ചെയ്യുക, Ctrl+Alt+V. ഓക്കെ ഓക്കെ ഇനി അടുത്ത പരിപാടിയാണ്, ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മെയിൽ വരണം എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്തുനിന്ന് മെയിൽ നിങ്ങളുടെ മെയിൽ ബോക്സിൻ്റെ അകത്തും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ ആഡ് യുവർ മെയിൽ ഹിയർ. ഓക്കെ, യുവർ ഇമെയിൽ അഡ്രസ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു // ഇട്ട് കഴിഞ്ഞാൽ അത് കമൻ്റ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് മെയിൽ, ഇതിൻ്റെ അകത്ത് ഡേറ്റ എൻട്രി ആയാൽ, അതായത് ഈ ഒരു ഫോംസിൻ്റെ അകത്ത് ഡേറ്റാസ് വന്നാൽ ദാറ്റ് വോണ്ട് ബി റിഫ്ലക്ട് ഇൻ യുവർ ഇമെയിൽ അഡ്രസ്, ഐ മീൻ യുവർ ജിമെയിലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ഒരു മെയിൽ വരുന്നതല്ലായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം, ഓക്കെ ഇത് ഇത്രയും കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇതിന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ സേവ് കൊടുത്തിട്ട് Ctrl+S എടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. അതിനുശേഷം ഇവിടെ ഈ അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് നിങ്ങൾ കൊടുത്തിട്ട് വെബ്സൈറ്റ് സബ്മിറ്റ്, അല്ലെങ്കിൽ വേണ്ട ബൂട്ട്സ്ട്രാപ്പ് ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, റീനെയിം ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ Ctrl+S അടിച്ച് സേവ് ചെയ്യുക. അതിനുശേഷം ഡിപ്ലോയ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഡിപ്ലോയ്മെന്റ് കൊടുക്കുക. ന്യൂ ഡിപ്ലോയ്മെന്റ് കൊടുത്തതിന് ശേഷം ഇവിടെ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം എനിവൺ എന്നുള്ള ലിങ്ക് കൊടുക്കുക. ഈ എനിവൺ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ട് V1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേർഷൻ 1 ആയിക്കോളും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡിപ്ലോയ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓതറൈസ് ചെയ്യേണ്ടി വരും, നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ട് നിങ്ങൾ ഓതറൈസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അത് നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം അഡ്വാൻസ്ഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോ ടു ബൂട്ട്സ്ട്രാപ്പ് ഫോം എന്താ പറയുക അൺഓതറൈസ്ഡോ. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇത് ഡിപ്ലോയ് ആവുന്നതായിരിക്കും. അതായത് ഈച്ച് ടൈം വെൻ യു ആർ ക്ലിക്കിംഗ് ഓൺ ദാറ്റ് സബ്മിറ്റ് ബട്ടൺ ഈ ഒരു ഫോമിൻ്റെ അകത്ത് ഡേറ്റ സേവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റിംഗ് ദ ഡിപ്ലോയ്മെൻറ്റ്. അപ്പം ഡിപ്ലോയ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ വൺസ് ദ ഡിപ്ലോയ്മെൻറ്റ് ഈസ് ഓവർ, ഐ മീൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ഫോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ താഴെ കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. സബ്മിറ്റ് ഫോം എന്ന് പറയുന്നത് ഈ ID ആണ് കേട്ടോ. ഈ ID ബേസ് ചെയ്തിട്ടാണ് സബ്മിറ്റ് ഫോം എടുത്തിരിക്കുന്നത്. സബ്മിറ്റ് ഫോം ഈ ID വെച്ചിട്ടാണ്. അവിടെ നിങ്ങൾ ഏത് ID ആണോ കൊടുക്കുന്നത് ആ ID നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടിയായിട്ടുണ്ട്. ഓക്കെ, സബ്മിറ്റ് ഫോം കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് .prevent default എന്ന് പറഞ്ഞാൽ റീലോഡ് ആവണമെന്ന് നിന്ന് അത് പ്രിവെൻറ്റ് ചെയ്യും, അതാണ് ആ സംഭവം. പിന്നെ അതിനുശേഷം URL എക്സിക്യൂഷൻ ID, URL എക്സിക്യൂഷൻ ID, ഈ എക്സിക്യൂഷൻ ID നിങ്ങളിവിടെ എന്താ പറയുക, ഈ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ എക്സിക്യൂഷൻ ID നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈ എക്സിക്യൂഷൻ ID നിങ്ങളിവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത് ഡേറ്റാസ് സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് സംഭവം നടക്കാൻ പോകുന്നത് പോലെ. അപ്പം ഈ ഒരു ഫോം സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ document.element.getID സബ്മിറ്റ് ഫോം റീസെറ്റ് ആവും. അതായത് ആ ഫോം റീസെറ്റ് ആവും. അതായത് നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു എവിടെ പോയി, ഈ ഒരു കോണ്ടാക്ട് ഫോമിൻ്റെ അകത്ത് ഡേറ്റാസ് റീസെറ്റ് ആവും. അതിനുശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ get_element_by_id, ഈ ഒരു എന്താ പറയുക ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് മെസ്സേജ്. ഓക്കെ, നമ്മളിവിടെ ഇനി ഒരു ഔട്ട്പുട്ട് മെസ്സേജും കൂടെ ഇത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അലേർട്ട് മെസ്സേജ് കാണിച്ചാൽ മതിയെങ്കിൽ അലേർട്ടിൻ്റെ അത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ബട്ടണിൻ്റെ താഴെ നിങ്ങൾക്കൊരു ഇത് കൊടുക്കാം, എന്താ പറയുക div ക്ലാസ് വന്നിട്ട് ഇതിൻ്റെ അകത്ത്
ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ക്ലാസ് അല്ല ഐ ഡി ആണ്. ഓക്കെ, ക്ലാസ് ഔട്ട്പുട്ട് മെസ്സേജ് തന്നെ കൊടുത്തോ. അതുപോലെ തന്നെ ഐ ഡി നമുക്ക് ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പി ടാഗ് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമ്മൾ ഐ ഡി നമ്മൾ കൊടുക്കേ ഉള്ളൂ. ഔട്ട്പുട്ട് മെസ്സേജ് ഡോട്ട് ഇന്നർ HTML അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇൻ കേസ് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഒരു തെറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് കാണിക്കും, യു ഹാവ് ബീൻ ആഡഡ് ടു അവർ മെയിലിംഗ് ലിസ്റ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതേസമയത്ത് ഇൻ കേസ് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൈലിലൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ കോണ്ടാക്റ്റ് സെക്ഷൻ്റെ അകത്ത് ഫോമിൻ്റെ അകത്ത് തന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ട് ഡോട്ട് സക്സസ് എന്നുള്ളതിൻ്റെ അകത്ത് കളർ ഈക്വൽ ടു എന്താ ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത് ഇൻ കേസ് ഇത് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ തന്നെ നമ്മൾ ഫെയിൽ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ നമ്മൾ ഇത് ചെയ്ത് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ റെഡ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലോട്ട് നിങ്ങൾ പോവുക. ജസ്റ്റ് ഞാൻ എൻ്റെ പേര് ഞാൻ അടിക്കാൻ പോവുകയാണ്. അഖിൽ ഇമെയിൽ സംതിങ് ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, ഞാൻ എൻ്റെ പേരടിക്കാൻ പോവുകയാണ്. അഖിൽ അടുത്ത് ബ്ലാ ബ്ലാ @gmail.com. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോക്കസിൻ്റെ കളറിനും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഫോക്കസ് ഇവിടെ ഇൻപുട്ട് ഫോക്കസിൻ്റെ നമുക്ക് കളർ വന്നിട്ട് എന്താണ് #FA കൊടുക്കാം. ഓക്കെ, അപ്പം പേര് ഞാൻ കൊടുക്കാൻ പോവാണ് അഖിൽ. അതുപോലെ തന്നെ ഇമെയിൽ ബ്ലാ ബ്ലാ @gmail.com. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ 12345678 ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം എന്താ പറയുക ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാൻ പറ്റും. ഐ മീൻ നമ്പറിൻ്റെ ഇൻ കേസ് 10 ഡിജിറ്റിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എറർ മെസ്സേജ് ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇൻപുട്ടിലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കളറ് ഓക്കെ ഹായ്. ഓക്കെ, ഇനി അടുത്ത് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഡേറ്റ വന്നിട്ടില്ല. സോ ദർ ഷുഡ് ബി സം എറർ. അപ്പോൾ എറർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ Ctrl+Shift+I കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതെന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക jQuery ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് jQuery ഇമ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് jQueryയുടെ ഇത് വരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് jQuery ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എടുത്താൽ മതി. ഇത് സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ jQuery ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ jQuery ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വർക്കാവുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തു നോക്കി, ഇമെയിൽ കൊടുത്തു, മൊബൈൽ 12345678 കൊടുത്തു, പിന്നെ വേറെ എന്തുവാ, പിന്നെ ഒരു ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടെ ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, യു ഹാവ് ബീൻ ആഡഡ് ടു അവർ മെയിലിംഗ് ലിസ്റ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. അതായത് സംഭവം സബ്മിറ്റായി, ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം there should be some error. ഇതിൻ്റെ ഇത് മാറ്റി മെസ്സേജ് സെൻഡ്
സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തതിന് ശേഷം ഓക്കെ, അപ്പോൾ അടുത്ത് ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ റെസ്പോൺസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതേപോലെ ഇവിടെ ഷീറ്റ് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐദർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് you can change this responses to sheet 1 or you can change sheet 1 to responses. ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ഷീറ്റ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഷീറ്റ് 1 എൻ്റെ കൺട്രോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീഡിപ്ലോയ് ചെയ്യണം, അതായത് ന്യൂ ഡിപ്ലോയ്മെൻറ്റ് കൊടുക്കണം. ന്യൂ ഡിപ്ലോയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 2 വേർഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയൊരു വേർഷൻ, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള വേർഷൻ നെയിം കൊടുക്കാം, എന്നിട്ട് anyone ഇവിടെ കൊടുക്കുക, അതിനുശേഷം ഡിപ്ലോയ് കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റിംഗ് ദ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടും, ആ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു URLൻ്റെ സ്ഥാനത്ത് ഇതങ്ങ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതങ്ങ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഡൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ഫോമിൽ പോയിട്ട് നിങ്ങൾ പേര് കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ, ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ 12345678 പിന്നെ നിങ്ങൾ ഒരു ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇട്ടെന്ന് വെച്ചു. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എററും ഇല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അകത്തുനിന്ന് സെൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഗൂഗിൾ ഫോംസ്, അതായത് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അകത്തുനിന്ന് ഡേറ്റാസ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത്. ഇൻ കേസ് ഫോംസ് അല്ല വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ബൂട്ട്സ്ട്രാപ്പിൻ്റെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് നമുക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസീവ്നെസ് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.